ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലേക്കാണ്. ഇപ്പോൾ സമയം 4 മണിയാണ് കേട്ടോ. 4 മണിയല്ല, 4:30 കഴിക്കണം. 4:30ക്കാണ് നീക്കാറ്. എന്നിട്ട് മാറ്റണം. എന്നിട്ടൊരു 5:45 വന്ന് ഇറങ്ങും കേട്ടോ. അപ്പം ഇനി സമയമല്ല, ഇനി എത്രയും പെട്ടെന്ന് പോയി പല്ലൊക്കെ തേച്ച് മുടി കെട്ടി മേക്കപ്പ് ചെയ്തിട്ട് വേഗം ഇറങ്ങണം കേട്ടോ. രാവിലെ നീറ്റതിൻ്റെ എൻ്റെ മുഖം കണ്ടറിയാം, ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല. നല്ല സുഖത്തിൽ ഉറങ്ങിയത്, പക്ഷെ നീക്കാതെ വഴിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റാൻ വേണ്ടി നോക്കട്ടെ ഗൈസ്. അങ്ങനെ രാവിലെ നീറ്റ് നേരെ ആദ്യം പല്ല് തേപ്പാണ് കേട്ടോ ചെയ്യുക. കാരണം പല്ല് തേക്കണമല്ലോ, ആൾക്കാർ നമ്മൾ ബോധം കെടുത്താൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. കാരണം ഫേസ് വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മേക്കപ്പ് ഇടലും അല്ലെങ്കിൽ കണ്ണമ്മത്തെ മുഖത്തത്തെ ഉറക്കം പോലും ഒന്നും നടക്കില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യണം. ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഫേസ് വാഷ് ആട്ടോ യൂസ് ചെയ്യണത്. അത് നല്ലതാണോ ചീത്തതാണോ വെച്ചാൽ നല്ലത് ആണ്, ചീത്തത് അല്ല. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നായ കാരണം കൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ അടുത്തത് നേരെ മുടിമക്കാണ് നിൽക്കുക. കാരണം മുടി കെട്ടാൻ തന്നെ വേണം ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ഞാൻ നേരെ മുടി കെട്ടാൻ വേണ്ടി നിന്നു. ഇത് ഷിഖായൻ്റെ കുപ്പായാണ്. ഇത് ഷിഖായൻ്റെ നൈറ്റ് വെയർ ഡ്രസ്സാണ്. ഇതിന് ബട്ടൺസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് മുടി കേടരോ മേക്കപ്പ് കേടരോ എന്നുള്ള ടെൻഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മുടി നമുക്കിങ്ങനെ പുട്ടപ്പ് വെക്കണം. പക്ഷെ ഞാൻ മുടി കെട്ടി വരുമ്പോൾ തന്നെ അത് പരന്ന് പോകണം, എന്താണെന്നറിയില്ല. അങ്ങനെ മുടി കെട്ടിയതിന് ശേഷം നമ്മൾ ബണ്ണ് ചെയ്യണം. ബാക്കിൽ വട വെച്ചിട്ട് പിന്നെ കുത്തിയിട്ട് കെട്ടി വെക്കണം കേട്ടോ. അത് മസ്റ്റാണ്. അതാണ് ഞങ്ങളുടെ യൂണിഫോമിലത്തെ ഒരു കാര്യം. അതിന് ശേഷം പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്യാൻ ഞാൻ ഫൗണ്ടേഷൻ അധികം യൂസ് ആക്കാറില്ല. ഞാൻ കൺസീലർ മാത്രമേ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. കാരണം ഫൗണ്ടേഷൻ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഞാൻ ആദ്യം സൺസ്ക്രീൻ തേക്കും. സൺസ്ക്രീൻ തേച്ചതിന് മേലെ കൂടെ എന്ത് തേച്ചിട്ടും കാര്യമില്ല, ഒലിച്ചു പോരും. കാരണം ഓയിലി സ്കിന്നായ കാരണം കൊണ്ട് കേട്ടോ. പിന്നെ മേക്കപ്പ് ഫിക്സർ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവരാൻ മറന്നിക്കണ്. പിന്നെ അടിക്കാറില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല, ഓൺലി കൺസീലർ മാത്രം. പിന്നെ കണ്ണിൻ്റെ മേലെ നല്ലൊരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കണം, ഐലൈനർ ഇട്ട് കൊടുക്കണം. പിന്നെ കവിളത്ത് നമ്മളെ ബ്ലഷ് നന്നായിട്ട് കാണണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇതിൻ്റെ ഡാർക്ക് ലിപ്സ്റ്റിക് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കാണും. അപ്പോൾ ഫേസിൽ എല്ലാ കാര്യം കഴിഞ്ഞ് ലിപ്സ്റ്റിക് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മെല്ലെ യൂണിഫോം മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. ഈ ഒരു സാരിയാണ് കേട്ടോ എൻ്റെ യൂണിഫോം പറയുന്നത്. റിസപ്ഷനിൽ ഈ ഒരു സാരിയാണ് യൂണിഫോം. ബാക്കിയുള്ളവർക്ക് വേറെ യൂണിഫോം ഉണ്ട് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ റെഡ് ലിപ്സ്റ്റിക്ക് വേണം ഇടാൻ. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പിന്നെ ആൾക്കാരെ വീണ്ടും ബോധം കെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പ്രേ അടിക്കണം. നല്ല മണം വരണ്ട സുഗന്ധം വാരി വിതരണം. അങ്ങനെ പിന്നെ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും രാത്രി നടക്കണം. അല്ല, രാവിലെ ഒരു 6 മണിക്കാട്ടോ, ഒരു 5:45 ആയ സമയത്താണ് നടക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും വെളിച്ചം വന്നിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഫുള്ള് ഇരുട്ടായിട്ട് തോന്നിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് മോർണിംഗ് ഡ്യൂട്ടി ആവുന്ന സമയത്ത് നമുക്ക് നടക്കാൻ നല്ല സുഖമാണ്. വെയിലും തീരെ ഉണ്ടാവില്ല, നല്ലൊരു തണുത്ത കാറ്റും ഉണ്ടാവും കേട്ടോ. നടക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ലിഫ്റ്റ് തരുമോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് മാത്രമേ ലിഫ്റ്റ് കിട്ടാറുള്ളൂ, ചില സമയത്ത് കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന അവസാനം ഞങ്ങൾ നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കയറുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ പോകണം, ഫുഡ് കഴിക്കണം. ഞങ്ങൾക്ക് ഫുഡ് അലവൻസ് ഉള്ള കാരണം ഫുഡ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഒരു ചായയും പിന്നെ ഞാൻ 2 അപ്പം ഒരു വെജ് കുറുമ, അതാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ എപ്പോഴും അതാണ് പറയാറ്. കാരണം അത് കഴിക്കാൻ നല്ല രസമായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. നമുക്ക് വയറ് ഫുള്ളാവുകയും ചെയ്യും. ഈ അപ്പം നൂൽപുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അപ്പം ആകുമ്പോൾ സുഖമല്ല കഴിക്കാൻ. പിന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ അവിടുത്തെ ഫുഡുകൾ, അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടെ നേരെ ഇറങ്ങി ഓടി ഞങ്ങൾ പാസ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം നേരെ വഴിയേക്കണ്, ഇനി ഒട്ടും സമയമല്ല. ഞങ്ങൾക്ക് ബ്രീഫിംഗ് ഉണ്ട് കേട്ടോ. ബ്രീഫിങ്ങിന് നേരെ ചൊവ്വ എത്തുക എന്നുണ്ടെങ്കിൽ ചീത്തേക്കും. അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ലോഞ്ചിൻ്റെ ഭാഗം, ഇതാണ് കേട്ടോ. ഉള്ളിൽ കയറിയാൽ പിന്നെ ഫുൾ എനിക്ക് പണിയാണ്. പണീൻ്റെ ഇടയിൽ കൂടെ ഫോൺ എടുക്കാൻ നേരം ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നലെ ചൊവ്വാഴ്ച ആയ കാരണം കൊണ്ട് നമുക്ക് ഫ്ലൈറ്റ്സ് കുറച്ച് കുറവാണ്. അത് കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് പതുക്കെ ജോലികൾ ചെയ്ത് തീർക്കാനും പെട്ടെന്ന് ഞങ്ങൾ ഡ്യൂട്ടി തീരും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ചൊവ്വാഴ്ചകളിൽ ഫ്ലൈറ്റ് കുറവാണ്. 12:30ക്ക് ശേഷം പിന്നെ ഫ്ലൈറ്റ് ഉണ്ടാവാറില്ല. പിന്നെ 4:30-5 മണിക്ക് ശേഷം ഫ്ലൈറ്റ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ആദ്യം വന്ന സമയത്ത് ഇതൊക്കെ കണ്ടപ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ട്, പക്ഷെ പഠിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈസി ആയിട്ടുള്ള ജോബ്. പക്ഷെ തെറ്റ് പറ്റിയാൽ നമ്മളെ കയ്യിൽ നിന്നൊരു പോക്കെടുത്ത് പോകും. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല AC ആണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കണതിൻ്റെ കൈമത്തെ രോമം പൊങ്ങി നിൽക്കണം കേട്ടോ. തണുപ്പ് ഇങ്ങനെ കൂടുതൽ തട്ടിയാണ്ടാവില്ല, അവൻ രോമം പൊങ്ങിക്കണത്. അതേപോലെ തന്നെ ഉറക്കം വരുന്നുണ്ട്. കാരണം എന്താ, 4 മണിക്കാണ് നീട്ടിക്കണത്, വെറുതെ എല്ലാം ഉറക്കം വരുന്നത്. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത്. ACൻ്റെ തണുപ്പ് കാരണം കൊണ്ട് കൈമത്തെ രോമമൊക്കെ നീട്ടിക്കണം ഗൈസ്, ഇരുന്നിട്ട് തന്നെ അല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ടൈം കിട്ടിയപ്പോൾ വേഗം കുറച്ച് വെള്ളം കുടിച്ചു. കാരണം വെള്ളം കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ പണി പാളും. അങ്ങനെ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ
എയർപോർട്ട് ഏകദേശം കാലിയാവാൻ തുടങ്ങി കേട്ടോ. എയർപോർട്ടല്ല, ലോഞ്ചിൻ്റെ ഉള്ളിലൊക്കെ കാലിയാവാൻ തുടങ്ങി. എല്ലായിടവും കാലിയാവും കേട്ടോ. കാരണം ആ സമയത്താണ് എല്ലായിടത്തും വൃത്തിയാക്കൽ, പെസ്റ്റിസൈഡ് ചെയ്യൽ ഒക്കെ ആ സമയത്താണ് കേട്ടോ. ഞങ്ങളെ ലോഞ്ചിൽ പെസ്റ്റിസൈഡ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ലോഞ്ച് ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെ വെക്കണം കേട്ടോ. അതിനുള്ള ഒരുക്കാണ് ഇത് കണ്ടോ. ഒരു പാസഞ്ചേഴ്സ് പോലും ഇല്ലല്ലോ, എല്ലാവരും പുറത്താക്കും കേട്ടോ. പുറത്താക്കും മീൻസ് ആ ഒരു ടൈം കഴിഞ്ഞാൽ ആരും പിന്നെ അവിടെ ഉണ്ടാവില്ല. പിന്നെ 1 മണിക്ക് ശേഷം ആര് വന്നാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല, പെസ്റ്റിസൈഡാണെന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെയും ബ്രീഫിംഗ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട്, പിന്നെ വിശക്കണ കാരണം കൊണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുത്ത് കുടിക്കുക കേട്ടോ. ഇവിടെ സോഫ്റ്റ് ബീവറേജിൽ ഫ്രൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്നും എടുത്ത് കുടിക്കും. പിന്നെ നേരെ ബ്രീഫിങ്ങിന് പോകുമ്പോൾ ഈ പെന്നും ബുക്കും മസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഗൈസ്. 4 മണിക്ക് മുടിഞ്ചതാ. ഞങ്ങൾ 2 മണിക്ക് 1 മണിക്ക് അല്ല, എത്ര മണിക്കാണ് മുടിഞ്ച്? 1 മണിക്ക് മുടിച്ചു. ആദ്യമായിട്ടാണ് ഇന്ന് നേരത്തെ ഇറങ്ങണം ഗൈസ്. അതെ, 4 മണി 4:04 ഞങ്ങൾ സൈൻ ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ ശരിക്കും 1 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു. 2 മണിക്ക് ചോറെന്നാണ് വിചാരിച്ചു. പക്ഷേ 4 മണിക്ക് ചായയും കടി കുടിക്കാൻ പോകേണ്ട അവസ്ഥയാണ്. കുഴപ്പമില്ല, ഫ്രഷ് ലൈം കുടിക്കണം, അതാണ് ഞങ്ങളുടെ പദ്ധതി. ഫ്രഷ് ലൈമും പിന്നെ നിനക്ക് വേണ്ടി ഫ്രഷ് ലൈം മാത്രം മതി. ഒരു ചിക്കൻ റോളോ അല്ലെങ്കിൽ കട്ട്ലേറ്റ് കഴിക്കും. വാവ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോട്ടെ കേസ് വീട്ടിക്ക്, വെയിലാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ക്യാൻറ്റീനിലേക്കാട്ടോ പോണത്. കാരണം ഞങ്ങൾക്ക് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി ഒക്കെ ഫുഡ് ഫ്രീ ആണ്. ഒരു ഇത്ര പൈസ ആകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള പൈസ കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ബിരിയാണി കണ്ടു കേട്ടോ. ബിരിയാണി കണ്ടപ്പോൾ പിന്നെ എൻ്റെ മൈൻഡൊന്ന് മാറുന്നത്, പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശക്കുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് പണിക്ക് കയറിയിട്ട് 4 മണിക്ക് ഇറങ്ങുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് വിശക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. അതാണ് കുട പിടിച്ച് നടക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നടന്നപ്പോഴാണ് എനിക്ക് വയറിന് തീരെ സുഖമില്ലാത്തത്. കാരണം ഗ്യാസ് കയറിയിട്ട് പ്രശ്നം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടോക്ക് പോകാം. എപ്പോഴും ഓട്ടോക്ക് പോകാറില്ല. കാരണം എപ്പോഴും ഓട്ടോക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം എടുക്കും. കുറച്ച് പൈസ കൊടുക്കണ്ടേ, പൈസ കൊടുത്ത് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്ടോക്ക് പോലെ നടക്കും കേട്ടോ. കാരണം 2 കിലോമീറ്ററോളം നടക്കാണ്ട്. അപ്പോൾ എനിക്ക് വെയ്യാതാകുമ്പോൾ ഞാൻ ഓട്ടോ വിളിക്കും. കാരണം വെയ്യാതായിട്ട് പോയി കിടക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് ഗൈസ് വണ്ടി ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. തീരെ വയ്യ. ഒന്നാമത് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കണില്ല. കാരണം രാവിലെ ഫുഡ് കഴിച്ചിട്ട് കയറിയാൽ പിന്നെ 4-5 മണിയാവും എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതിനിടയ്ക്ക് ചായ ചിലപ്പോൾ കുടിച്ചു, വെള്ളം ഇടയ്ക്കിടയ്ക്കുള്ളൂ. അവിടെ നിന്ന് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാതെ ഞാൻ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചതിൻ്റെ വയറ് നിറഞ്ഞതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ നടക്കുന്നത്. ഇറങ്ങാൻ ഗ്യാസും ഉണ്ട്, വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു, ഗ്യാസും കൂടി ചേർന്നിട്ട്. അതോടുകൂടി കൂടിയിട്ട് നടക്കാനും വയ്യ, ശ്വാസം വലിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ റൂമിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. റൂമിലേക്ക് പോയിട്ട് വേണം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫേസ് പാക്ക് ഇട്ടിട്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് സമാധാനത്തിൽ നിന്ന് കിടക്കാൻ കേസ്. നമുക്കത് റൂമിലേക്ക് ഒന്ന് കയറാം. നല്ല കുറച്ച് തുണികൾ ഉണക്കിയിട്ടിരുന്നു. അപ്പോൾ മേലൊക്കെ കയറുന്നതിന് മുന്നേ ആ തുണികളൊന്നും എടുത്തിട്ട് പോട്ടെ. കാരണം ഇന്നിടാൻ എനിക്ക് കുപ്പായല്ല. അപ്പോൾ എനിക്ക് പാൻറ്റും കുപ്പായ എടുത്തിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റ് എടുക്കാം, പിന്നെ ഈ ഒരു ടീഷർട്ട് എടുക്കാം. ബാക്കി ഇവിടെ കിടന്നോട്ടെ. അത് നമുക്ക് പിന്നെ സമയമുള്ള സമയം നോക്കി വന്നെടുത്താൽ മതി. ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. ആദ്യം എനിക്ക് വന്ന വഴിക്ക് മേലത്തെ ബെഡാട്ടോ കിട്ടുന്നത്. ഇപ്പോൾ പിന്നെ അടിയത്തെ ബെഡ് കിട്ടിയ കാരണം കൊണ്ട് ഇതേപോലെയാണ് ഞാൻ വന്നുള്ള അവസ്ഥ. ആദ്യം എല്ലാം കൊടുന്ന് ബെഡുമ്മക്ക് ഇട്ടു. ബെഡുമ്മക്ക് ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ കുളിക്കാൻ പോക്ക്. പിന്നെ ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കാറില്ല, നേരെ പോയി കുളിക്കും. കാരണം കുളിച്ചില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് നേരെ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യണം. ഇത് NYBൻ്റെ ഒരു മേക്കപ്പ് റിമൂവിങ് ബാം പോലത്തെ സംഭവം കേട്ടോ. അത് തേച്ചാൽ അടിപൊളിയായിട്ട് മേക്കപ്പ് വേഗം പോരും. ഞാൻ ലിപ്സ്റ്റിക്ക് കളയാനാണ് എപ്പോഴും ഇത് യൂസ് ചെയ്യാറ്. കാരണം എൻ്റെ മെബിലൈൻ ലിപ്സ്റ്റിക്കാണ്. അത് എന്താക്കിയാലും പോവാത്തൊരു ലിപ്സ്റ്റിക്കാണ്. അതോട് സുഖമാണ്, പക്ഷേ പ്രശ്നമാണ് കേട്ടോ. ഞാൻ ചുണ്ടുമ്പോൾ പോരില്ല. അങ്ങനത്തെ ബാമൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ വേഗം എൻ്റെ മേക്കപ്പ് റിമൂവ് ആക്കുകയാണ്. കാരണം എനിക്കൊന്ന് കെടുക്കണം ഗൈസ്, കിടന്നിട്ട് നീക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ മോയ്സ്ചറൈസറാണ് തേക്കുന്നത്. മോയ്സ്ചറൈസറൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇത് മഴക്കാലമാണെന്നുണ്ടെങ്കിലും ഇവിടെ കൊച്ചിയിൽ അത്യാവശ്യം നല്ല ചൂടും ആവിയും ഒക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ, ലിപ് ബാം ഒക്കെ ഇട്ട് തേക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോകണമല്ലേ, അത് കാരണം കൊണ്ടാണ് ഇതൊക്കെ തേച്ച് കിടന്നുറങ്ങണം കേട്ടോ. ഇനി നേരെ കിടന്നുറങ്ങാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നീറ്റപ്പോൾ ഇവിടെ അപ്പുറത്ത് പള്ളിയിലാണോ അത് അമ്പലത്തിൻ്റെ അവിടെ ഏതൊന്നും പരിപാടി അറിയില്ല, അവിടെ ആയിട്ട് പടക്കം പൊട്ടണ കേൾക്കാണ്ട് പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 ആൾക്കാരും കൂടി അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ മാറ്റിൽ വേഗം കഴിഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് ഐലൈനറോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് മാത്രം ചെറുതായിട്ട് അത് മാത്രം ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, ബാക്കിയുള്ള ആൾക്കാർ വരുന്നുണ്ട്.
അപ്പം നമുക്ക് പതിയെ പോവാം. ഞങ്ങൾ ഡ്രസ്സ് മാറുന്ന സമയത്ത് പടക്കം ഇങ്ങനെ പൊട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് വേഗം തന്നെ ഇപ്പം തന്നെ വേഗം ഇറങ്ങിക്കോന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പള്ളിയിലാണോ അമ്പലത്തിലാണോ എവിടെയാണ് പരിപാടി എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് എന്തായാലും പോകാം. വെടിക്കെട്ടിൻ്റെ ഒച്ച കേട്ടോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചത് എത്രയും പെട്ടെന്ന് മാറ്റി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് ഒരു ചതി മനസ്സിലായത്. ഞങ്ങൾ അടുത്ത എല്ലാവരോടും ചോദിച്ചു ഇവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇപ്പോഴല്ല 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പരിപാടി എന്ന് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇറങ്ങിയത് പണി പാളിക്കണം എന്നുള്ള കാര്യം. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഈ ലൈറ്റൊക്കെ എത്ര ഉള്ളതല്ലേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലാത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലത്തി നടന്നു വന്നപ്പോഴാണ് വിശക്കുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് തന്നെ കയറാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോണൊരു ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിലേക്ക് പോയിട്ടോ. അവിടെ എപ്പോഴും കൊത്തു പൊറാട്ട കപ്പ ബിരിയാണി കാണാറുണ്ട്. അപ്പോൾ കൊത്തു പൊറാട്ട ഉണ്ട് ഞങ്ങളെല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റിൻ്റെ കൂടെ എരിവിൻ്റെ കൂടെ ചൂടുണ്ടായിരുന്നു കേട്ടോ. ആ എല്ലാതും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇമോഷൻ ഫുള്ളായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ അത്. അപ്പോൾ രസം ഉണ്ടായിരുന്നു ആക്ച്വലി കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് ഞങ്ങൾ കുറച്ച് ലേസ് കാര്യങ്ങൾ കഴിച്ച കാരണം കൊണ്ട് ആരെ പള്ളേക്കും അതോട് പോകുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ ചതി മനസ്സിലായത്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല എരിവ്. ആ ചിക്കൻ കറിക്ക് എരിവുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഒരു മുളക് ഇട്ടിട്ട് കൊത്തിയിട്ടാണ് തന്നിക്കുന്നത്. അതിൻ്റെയൊക്കെ നല്ല എരിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക ആ കഷ്ടപ്പെട്ട് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്രയും ഇടങ്ങേറായിട്ട് തിന്നിട്ടോ. അതിൻ്റെ കൂടെ ചൂട് വെള്ളം നിങ്ങൾ ചൂട് വെള്ളം കൂടെ കുടിച്ചപ്പോഴല്ലോ എൻ്റെ പൊന്നേ ആ എരിവ് പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിലും ആ ഒരൊറ്റ സെക്കൻഡിൽ ചെവി കൂവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെവി ഇങ്ങനെ ഇളക്കണത്. ഇവിടെ പോരുമ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ എക്സ്ട്രാ മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് എരിവൊന്ന് പോയി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടന്നു പോയി ഗൈസ്. പള്ളിപ്പെരുന്നാൾ കാണാൻ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പള്ളിപ്പെരുന്നാൾ കൊളായതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ 2 വലി വലിക്കാൻ പോവാണ്. കിണറ്റിന്ന് വെള്ളം കുപ്പിയിൽ നിറക്കാൻ 2 വലിക്ക് ഞങ്ങൾ കുപ്പി നിറയണം. അതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ ഞങ്ങൾ വെള്ളം നിറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. പള്ളിപ്പെരുന്നാൾ വെള്ളി ശനി ഞായറാത്ത വെറുതെ പുറത്തിറങ്ങി പൈസയും കൊടുത്ത് ഇന്ന് ധനനഷ്ടം, മാനഹാരി, അപകട ഭീതി ഇതൊക്കെയൊന്നും തോന്നുന്നു. എന്തായാലും വെള്ളം നിറക്കട്ടെ. ഞങ്ങളുടെ കിണറ്റിലേക്ക് വലിയ ആളല്ല കേട്ടോ. കണ്ടോ വെള്ളം കാണാമല്ലോ നിങ്ങൾക്ക്, വെള്ളം കാണാണ്ട് ഇതിൽ. നമുക്ക് വെള്ളം വലിച്ച് സഹായിക്കുന്നത് അനകമോൾ. കേക്കൊരു അനക കമാൺ 1 2 3 4. സാരില്ല ആവും ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ ട്രൈ അഗെയിൻ നല്ലേ. ഡൺ വെള്ളം വരുന്നു ഗൈസ്. അമരേന്ദ്ര ബാഹുബലി. കുപ്പി പിടിക്കാൻ ഞാൻ വേണം കേട്ടോ ഗൈസ്. എൻ്റെ കുപ്പി ഫുള്ള് നിറഞ്ഞു. ഇനി അനകൻ്റെ കുപ്പി കാഭാഗേ നിറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിറക്കാനോട് കാഭാഗം വെള്ളം വീണ്ടും നിറക്കുകയാണ്. യോ അനകാക്കി ജയ്. കമോൺ അനകു കമോൺ. നിറഞ്ഞു വെള്ളം നിറഞ്ഞു. ഒഴുക്ക്. ഓ വാവ്. ഇനി വേണ്ട, ഇനി എന്തൊക്കെയാ നിറക്കുക. അങ്ങനെ വെള്ളക്കോലൊക്കെ കഴിഞ്ഞ് നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഉറങ്ങി തീർക്കണം, നാളെ ആഫ്റ്റർനൂണാണ്. അപ്പോൾ അതുവരെ ഉറങ്ങാൻ പറ്റും. ഒരു 10 മണി 9 മണി വരെയൊക്കെ ഉറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉറങ്ങി തീർക്കണം. എന്നിട്ട് രാവിലെ നീക്കണം, വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. ഇതൊക്കെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. ജോലിക്ക് പോവുക, ഉറങ്ങുക, നീക്കുക, ജോലിക്ക് പോവുക, ഉറങ്ങുക, നീക്കുക. ഇതെന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ വേണ്ടി പോവുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.